ഞാനിവിടെ വരാനൊരു ചെറിയ മടി കാണിച്ചുകൊണ്ടിരുന്നതാ. നല്ല മിസ്സായി. ഞാൻ പിന്നാക്കാം. ഇനി ഒരു ദിവസം എല്ലാവരെയും കൂട്ടി ഞായറാഴ്ച വരണം. അതായത് എല്ലാ മാസവും 3-ാമത്തെ ഞായറാഴ്ച ഇവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഇത് സ്കൂളാട്ടോ. ഇത് പഴയ കാലത്തെ സ്കൂളാണ്. ഇവിടുത്തെ കുട്ടികളൊക്കെ പണ്ട് പഠിച്ചിരുന്ന സ്കൂളാട്ടോ. വാവ്, ഇത് രസാ. ഹായ്. എന്ത് രസം കാണാൻ. ഇവിടെ ടീച്ചർ ഇരിക്കുന്നു, പഠിക്കുന്നു, പിയോന വായിക്കുന്നു. എന്ത് രസം. മാർച്ച് 1863 ഡോഗ്. എന്ത് രസം പണ്ട് പഠിപ്പിച്ചേക്ക്. എന്ത് രസമല്ലേ കാണാൻ. വാവ്, എന്ത് രസം. ഇന്നത്തെ കാലത്തൊക്കെ എന്ത് സമാധാനമായിരുന്നിരിക്കില്ല എല്ലാ ആൾക്കാരും. പണ്ടത്തെ സ്കൂളിൽ നിന്ന് പണ്ടത്തെ സ്കൂളിൽ നിന്ന് പുറത്തോട്ട് ഗ്ലാസ്സൊക്കെ മറച്ചിട്ട് ഇവിടെ പശുക്കളൊക്കെ പണ്ട് അതൊക്കെ എന്ത് രസമാണ്. എനിക്കെന്തോ ഇവിടെ വന്നപ്പോൾ മുതൽ തന്നെ കുറേ കാണുമ്പോൾ തന്നെ കുളിര് വരുന്നു കേട്ടോ. പണ്ടത്തെ അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്കൂളിൽ നിന്ന് തൊട്ട് ഫ്രണ്ടിലുള്ള പശുക്കളെ വളർത്തുന്ന സ്ഥലത്തോട്ട് പോവുകയാണ്. ഇതാണ് പശുക്കളൊക്കെ വളർത്തിക്കൊണ്ടിരുന്ന സ്ഥലം. അത് സ്കൂളിൻ്റെ തൊട്ടടുത്ത് കേട്ടോ. എന്ത് രസമാണ്. പഴയ പാത്രങ്ങൾ, പശുവിൻ്റെ ഒക്കെ മറ്റേ പഴയ കാലത്തെ പാൽപാത്രങ്ങൾ, പശുവിൻ്റെ പൊട്ടറ്റോ ഹാർവെസ്റ്റ് ഇതെന്താണ് പാലൊക്കെ തൂക്കി കൊടുക്കുന്നതും സംഭവങ്ങളൊക്കെ. ഗായ്സ്, ഞാനിത് കളിയിൽ പറയുന്നത്, നിങ്ങൾ എന്തായാലും നിങ്ങളെല്ലാം ഇങ്ങോട്ട് ന്യൂസിലാൻഡിൽ വരുന്നുണ്ടെങ്കിൽ ഇതെല്ലാം കാണണം. ഭയങ്കരമായിട്ടുള്ള രസം കേട്ടോ. നമ്മൾ ഒരു ടൈം ട്രാവൽ ചെയ്തിട്ട് നമ്മൾ ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് നടക്കുന്നത്, എല്ലാവരുമായിട്ടൊക്കെ വന്നാൽ കുറച്ചും കൂടി രസമായിരിക്കും. എന്ത് രസമാണ് കാണാൻ. വേണ്ട കാളവണ്ടി, നമ്മുടെ കാളവണ്ടി ഇതൊക്കെ നമ്മൾ അതേപോലത്തെ തന്നെ കാളവണ്ടികൾ. ഇത് കുതിര വണ്ടി കേട്ടോ. ഇത് കുതിര വണ്ടികളൊക്കെ പണ്ടത്തെ റിച്ച് ടീമുകളൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന കുതിര വണ്ടികളും കാര്യങ്ങളൊക്കെ കേട്ടോ. പസഫിക് കോച്ച് കമ്പനി. ഒരു വില്ലേജായിട്ട് ഇവർ സൂക്ഷിച്ച് വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ സൈക്കിളുണ്ടാ. പണ്ടത്തെ സൈക്കിളും കാര്യങ്ങളും, പണ്ടത്തെ ലൈറ്റ് പണ്ടത്തെ ലൈറ്റും കാര്യങ്ങളും, കുതിര വണ്ടിയുടെ പരിപാടികളൊക്കെ. ഇതൊക്കെ എങ്ങനെ ചവിട്ടുന്നതല്ലേ. പണ്ടത്തെ കാലുവരെത്തുന്നില്ല. ഓക്കെ, എൻ്റെ ഇവിടെ ഉണ്ട് സീറ്റ് തന്നെ എൻ്റെ ഏതാണ്ട് ചെസ്റ്റ് വരെ എത്തിയിട്ടുണ്ട് സീറ്റ്. ഇപ്പോൾ കാലുവിലെത്തുന്നില്ല. ഇതെങ്ങനെ ഇറങ്ങുന്നത്? ചാടി ഇറങ്ങുമോ? ഇങ്ങനെയൊക്കെ ആവാനേ സാധ്യതയുള്ളൂ. ഇത് രസമല്ലേ. നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത സെക്ഷനിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ സ്കൂള് കയറി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതെന്താണ്? ഇത് പണ്ട് മറ്റേ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതാണ്. ഈ മാവ് കെട്ടിട്ട് ഇതാക്കുമല്ലേ, ഇത് കഴുത ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ കറക്കുന്നത്, ആ സംഭവം കേട്ടോ. ഇവിടെ കഴുതയ്ക്ക് പകരം ഹോഴ്സ് ഗിയർ, ഹോഴ്സ് സീറ്റ് പവർ, ഹോർലിക്സ് ആൻഡ് കാർട്ട് കട്ടർ, സ്ട്രോ ഹോഴ്സ് ഫുഡ്. നല്ല കേട്ടോ. ഇത് this is straw and horse wood which are used for press the apple and making to operate butter
എലിവേറ്റർ ഇതൊക്കെ നമ്മുടെ നാട്ടിലും ഇപ്പോഴും ഉണ്ട്. ഈ ഇങ്ങനെ കഴുത വെച്ചിട്ട് ഇങ്ങനെ കറക്കില്ലേ, ഇങ്ങനെ പശുവിനൊക്കെ വെച്ചിട്ട് അങ്ങനെന്തോ പറയുമല്ലോ മലയാളത്തിൽ. അങ്ങനെ നമ്മളിനി അടുത്ത സെക്ഷനിലോട്ട് പോവുകയാണ്, അടുത്ത വീട്ടിലോട്ട്. ഒക്കെ ഒരു സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടല്ലേ, എന്ത് രസം. നമ്മളെ കരിമ്പിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇത് ചൂല്, പണ്ടത്തെ ചേറ്, ഇതൊക്കെ എന്ത് സമാധാനം. അല്ലെങ്കിൽ ന്യൂസിലാൻഡിലല്ലേ നമുക്ക്, ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറഞ്ഞതുകൊണ്ടാണ്, സമാധാനം ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതുവരെ ഇത് 1800 കാലഘട്ടത്തിൽ യൂസ് ചെയ്തുകൊണ്ട സാധനമാണ് കേട്ടോ കരിമ്പിൻ്റെത്. ഇവിടുന്ന് അടുത്തയിലോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഈ കുഞ്ഞു നാളെ കിടത്തിരിക്കണം. ഇത് രസമല്ലേ, ചെറിയ വീട് എന്നാൽ ഭയങ്കര സൗകര്യം. ആവശ്യത്തിന് ഒരു തൽക്കാലം 2 പേർക്ക് 3 പേർക്കൊക്കെ ജീവിക്കാൻ പറ്റിയിട്ടുള്ളത്. ഇത് രസമാണ്. ഇത് ഞാൻ ഒന്നും എഡിറ്റ് ചെയ്യുന്നില്ല കേട്ടോ, ഒന്നും കട്ടും ചെയ്യുന്നില്ല, ഒന്നും എഡിറ്റ് ചെയ്യുന്നില്ല. ഞാൻ എന്തൊക്കെ മണ്ടത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതൊന്നും എനിക്കറിയില്ല, അതൊന്നും ഞാൻ കട്ട് ചെയ്യുന്നില്ല. ഇത് ഇങ്ങനെ തന്നെ ഞാൻ ഇടായാണ്. നിങ്ങളെല്ലാവരും സമാധാനത്തോടെ ഇരുന്ന് കാണണം. നിങ്ങളെ ഞാൻ കൊണ്ടുപോവുകയാണ്. അതായത് സാധാരണ എൻ്റെ കണ്ണിൽ കാണുന്ന പോലെയാണ് ഞാൻ ഇതിൽ എടുക്കുന്നത്. ആയിട്ട് കണ്ടോ, ഇത് കരിമ്പിൻ്റെ ഒക്കെ നമ്മളവിടെ നട്ടിട്ട് കണ്ടല്ലോ. കരിമ്പിൻ്റെ ഒക്കെ ഇത് അവരുടെ ഓരോ വീടുകളിലെ ഫ്രണ്ടിലുള്ള ചെറിയ കൃഷി പരിപാടികളൊക്കെ എല്ലാം പോയി. ഇനി ഇവിടെ നിന്ന് വീട്ടിൽ തുണിയാലൊക്കെ ഇട്ടിരുന്നുണ്ടോ, പണ്ടത്തെ ക്ലിപ്പ് കണ്ടോ, പണ്ടത്തെ ക്ലിപ്പ് എന്താ, പണ്ടത്തെ ക്ലിപ്പ് തടിയുടെ ക്ലിപ്പാട്ടോ പണ്ടത്തെ. നമ്മളിനി അടുത്തത് അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ടാന്ന് തോന്നുന്നു പോകേണ്ടത്. കണ്ടതാണോ സ്ഥലം? ഇത് ഞങ്ങൾ കണ്ടതാ. ഇനി ഇതിൻ്റെ ബാക്കിലോട്ട് പോകണം. ഇവിടെ കണ്ടു. അങ്ങോട്ടൊന്നും കയറാൻ പറ്റില്ല കേട്ടോ, എല്ലാം അടച്ചിട്ടേക്കുന്നു. ഇത് നമ്മൾ ആദ്യം കണ്ട വഴിയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ പള്ളിയിലോട്ട് വന്നതും. പിന്നെ ഈ പള്ളിയിൽ ഈ സൈഡിലോട്ട് പോകണം. ഞാൻ എങ്ങനെയാണോ നിങ്ങളെ കാണിക്കുന്നത് സെയിം അത് തന്നെയാണ് ഞാൻ കാണുന്നത്. എങ്ങനെയാണോ അത് തന്നെയാണ് ഇതിൽ കാണുന്നത് കേട്ടോ, നിങ്ങൾ വീഡിയോ കാണുന്നത്. ഇത് ഞാൻ ഒരു എഡിറ്റും ഒന്നും ചെയ്യുന്നില്ല. പാർട്ട് 1 പാർട്ട് 2 അങ്ങനെ. ഇത് സ്കൂളിൽ നമ്മൾ ഓൾറെഡി സ്കൂളിലോട്ട് കയറി. നോക്കട്ടെ, സ്കൂളുണ്ട്. സ്കൂളിൻ്റെ നമ്പർ എത്രയാ? 18. എവിടെ 18 കണ്ടു. 18 കഴിഞ്ഞ് 17 കഴിഞ്ഞു. 17 കണ്ടു. 18 കഴിഞ്ഞു. 17 അതാ നോക്കട്ടെ. 18 ഇത് ലോക്ക് ചെയ്തിരിക്കാം. ഇത് നമ്മൾ നേരത്തെ കണ്ട സ്ഥലം തന്നെയാണ്. വീണ്ടും ഞാൻ അങ്ങോട്ട് പോകുന്നതാണ്. ഇത് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ കയറാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ എന്താണ് ഇതൊക്കെ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതും ഒരു പഴയ കാലത്തെ പരിപാടി കേട്ടോ. പക്ഷെ ഇത് കയറാൻ പാടില്ല എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ലോക്ക് ചെയ്തിട്ടേക്കാം. പിന്നെ ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. തിരിച്ചു പോവുകയാണ്. ഞാൻ തിരിച്ചു പോവാം. ഇത് ഞാൻ കാണിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്നൊരു ഷോട്ടിൽ പോവാം. എൻ്റെ ഹണീബിയുടെ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് അതാണ്. ആ ഒരു ഭാഗത്ത് അവിടെ ഞാൻ പറഞ്ഞില്ല തേനീച്ച കൂട്ട്. ഞാൻ ഇത് കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ മുകളിലോട്ട് ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു.